ഇത് 2017 മോഡലാണ്. എർട്ടിഗ വീഡിയോയാണ്. ഇതിൻ്റെ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത 2017 ഐട്ടൺ ആണ്. ഐട്ടൺ ഗ്രാൻഡ് മോഡലാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 50 സംതിങ് കിലോമീറ്റർ ഓടിയ. അടുത്ത നമുക്കൊരു 2017 സിയാസ് പെട്രോൾ മോഡലാണ്. 35,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്കിത് 6 മാസം വാറണ്ടി അവൈലബിൾ ആയ വണ്ടിയാണ്. അടുത്ത നമുക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓൾട്ടോ 800 ആണ്. ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ്. 2018 ലാസ്റ്റാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 25,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി സർവീസ് വണ്ടിയാണ്. ഓൾട്ടോ 800 LXI ആണ്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ തട്ടാമല എന്ന് പറഞ്ഞ ഭാഗത്താണ് വന്നേക്കുന്നത്. ഒരു ഇടത്തരം വണ്ടികളിലോട്ട് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ എടുക്കുന്ന ഷോപ്പാണ്. ഓണം പ്രമാണിച്ച് ട്രൂ വാല്യൂ ബേസ് ചെയ്തൊരു വണ്ടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അതായത് ഞാൻ എന്തെങ്കിലും ചോദിക്കണ്ടേ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുന്നത് എനിക്ക് വീഡിയോ ചെയ്യുമ്പം ചോദ്യങ്ങൾക്കുള്ള ഒരു എണ്ണം കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ ചില വ്യക്തികൾ പറയുന്നുണ്ട് കിലോമീറ്റേഴ്സ് ചോദിക്കണം. ഇപ്പം മാരുതി വാഗണർ 800 അങ്ങനെയൊക്കെയുള്ള വണ്ടികളുടെ ചോദിക്കുന്നതിൽ കാര്യമില്ലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്ത. ഒരു ഇത് എല്ലാവർക്കും അത് അറിയായിരിക്കും. ഇപ്പോൾ i20 അതായത് മാരുതി അല്ലാതുള്ള കമ്പനികളുടെയൊക്കെ വരുമ്പം ഞാൻ ചോദിക്കാത് എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. അതുകൊണ്ട് അത് ഞാൻ ചോദിച്ചു തരുന്നതാണ്. അപ്പോൾ വിട്ട് കളയുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഇന്നോവ എന്ന് പറയുമ്പോൾ 8-10 അതിനപ്പുറത്തോട്ട് മൈലേജ് ഇല്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിക്കാത്തതിന് ഒരു ചേട്ടൻ പരാതി പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലാനുള്ള വണ്ടികളുടെയൊക്കെ ഞാൻ ചോദിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. വിട്ടു പോകുന്നുണ്ടെങ്കിൽ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വേറെ വണ്ടികൾ എടുക്കുമ്പോൾ നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. ഓണം പ്രമാണിച്ചൊരു വണ്ടി എടുക്കണമെങ്കിൽ ട്രൂ വാല്യൂ ബേസ് ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ തട്ടാമല പോപ്പുലറി വരിക. നല്ല നല്ല വണ്ടികൾ നോക്കി എടുത്തുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. സുനോജേ, എങ്ങനെയുണ്ട് ഓണമൊക്കെ? നമുക്ക് തുടങ്ങിയതല്ലേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടല്ല നമ്മൾ വീഡിയോ ആണ് ചെയ്ത് ആൾക്കാരെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം പറയാനായിട്ട് വിളിച്ചത്. മാക്സിമം കച്ചവടം പിടിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. നമുക്ക് വണ്ടി ഉണ്ട് ഇത്തവണ ഓണമായിട്ട്. നമുക്ക് ഏകദേശം ഒരു 2 രൂപ തൊട്ട് മേളിലോട്ട് വണ്ടികൾ കിടപ്പുണ്ട്. ചെറിയ വണ്ടി കുറവാണ്. പക്ഷേ നമുക്ക് കുറച്ച് വണ്ടികൾ വരാറുണ്ട്. ഇപ്പം ചിങ്ങമൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. കർക്കിടക അവസാനമാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ വീഡിയോയിലില്ലാത്ത കുറേ വണ്ടികൾ, ഡിസയർ ആണെങ്കിലും വാഗണർ ആണെങ്കിലും ചെറിയ ബഡ്ജറ്റ് വണ്ടികളാണെങ്കിലും നമുക്ക് വണ്ടികൾ കയറാൻ കിടപ്പുണ്ട്. അത് ഈ ആഴ്ച അവസാനം അടുത്ത ഫസ്റ്റ് ആദ്യത്തോടെ കയറും. അങ്ങനെ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരണമെന്ന് കൂടി ഒന്ന് പറഞ്ഞു. ഇല്ല, നമുക്കിപ്പം റെഡി പൈസക്ക് എടുക്കുന്ന ഒരാൾക്ക് പേര് മാറാനായിട്ട് ആധാറിൻ്റെ കോപ്പിയും ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പറും മാത്രം മതി. റെഡി പൈസ. ഇനി ലോൺ ആണെങ്കിൽ നമ്മൾ ലോൺ ഉള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ഡോക്യുമെൻറ്റ്സ്, അത് ബാങ്കിൻ്റെ ഡോക്യുമെൻറ്റ്സ്. അത് നമുക്ക് വണ്ടി എടുക്കുന്ന ആൾക്ക് ആധാർ, പാൻ കാർഡ്, പിന്നെ കരമടച്ച രസീതിൻ്റെ കോപ്പി വേണം. അതൊരു മസ്റ്റായ ഡോക്യുമെൻറ്റ്സ് ആണ്. പിന്നെ എല്ലാം സ്വന്തമായിട്ട് വീടുള്ളവനെ വണ്ടി തരൂ. സ്വന്തമായിട്ട് വീഡിയോ ഉള്ളവൻ്റെ ബാങ്ക് വണ്ടി തരുവുള്ളൂ, ലോൺ തരുവുള്ളൂ. വണ്ടി തരുമെന്നല്ല, ബാങ്ക് ലോൺ തരുവുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ അല്ലാതുള്ള കേസുകൾ നമുക്ക് ട്രാൻസാക്ഷനൊക്കെ നോക്കി ഫണ്ടിങ് ഒക്കെ കുറവായിരിക്കും. ഓക്കെ, പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാങ്കിൻ്റെ പ്രൊസീജിയറൊക്കെ ഇപ്പോൾ ഫാസ്റ്റാണ്. പണ്ടത്തെ കണക്കൊന്നുമില്ല. നമുക്ക് രാവിലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം അന്ന് വൈകിട്ട് അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് വണ്ടി ഡെലിവർ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലുള്ള സപ്പോർട്ട് ബാങ്കിലെല്ലാം തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഈ ഓണം പ്രമാണിച്ച് എന്തെങ്കിലും ഓഫർ വല്ലതും? ഓണം പ്രമാണിച്ച് നമ്മൾ 5,000 രൂപയുടെ ആക്സസ് പാക്കേജ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് അതിനുപരി വിലയ്ക്കുപരി അത്യാവശ്യം നല്ല ക്വാളിറ്റി ബേസ് വണ്ടികളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ കിടക്കുന്നത്. പിന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്ത് കൊടുക്കാം. എക്സ്ചേഞ്ചിനകത്തൊക്കെയോ? എങ്ങനെ മനസ്സിലായതാണ്? എക്സ്ചേഞ്ചിനകത്താണോ ഈ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ? അല്ല, നമ്മൾ ഇടുന്ന വിലയ്ക്കകത്ത് നമുക്ക് ആക്സസ് ആണെങ്കിൽ 5,000 രൂപയുടെ ആക്സസിൻ്റെ പാക്കേജായിട്ട് ഓണമായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ആ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാം. അത് കസ്റ്റമർ വണ്ടി കണ്ടതിന് ശേഷം പുള്ളിക്ക് ഏതാണോ ഒരു ബെനിഫിറ്റ് ആയിട്ട് തോന്നുക ആ രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഒരെണ്ണം കൂടി കൊടുക്കായിരുന്നു. എൻ്റെ വകയായിട്ട് ഞാൻ ചോദിക്കുന്നതാണ്. പെട്രോൾ, ഡീസൽ അങ്ങനെയുള്ളത് നമുക്ക് ഫുൾ ടാങ്ക് എണ്ണ അങ്ങനെയൊക്കെയുള്ള ഫുൾ ടാങ്ക് എണ്ണയുടെ പാക്കേജ് വന്നില്ല. ഇപ്പം പറയുന്ന കണക്ക് നമുക്ക് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കിത് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുവാണ്. ഇപ്പോൾ 5,000 രൂപയുടെ ആക്സസിൻ്റെ പാക്കേജിന് പകരം വേറെ എന്തെങ്കിലും സപ്പോർട്ട് ആ കസ്റ്റമർ ആവശ്യപ്പെടുന്നെങ്കിൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റിനുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പനി മാനേജറുമായിട്ട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒരു ഡീസൽ വണ്ടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് 2017 മോഡലാണ്. എർട്ടിഗ വീഡിയോയാണ്. ഇതിൻ്റെ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 72,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. പ്രോപ്പർ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. അതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത 2017 വീഡിയോയാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് 6 മന്ത് പോപ്പുലറിൻ്റെ വാറണ്ടി, എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കവറേജ് നമുക്ക് കൊടുക്കാം.
ടയർ സെക്കൻഡ് ടയറാണ്, അതായത് ടയർ ഏകദേശം ഒരു 5000 കിലോമീറ്റർ മാത്രം, 4 ടയറും ഏകദേശം ഒരു 5000 കിലോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്ന ടയറാണ്. നമ്മളിപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ഒരാൾക്ക് വേണമെങ്കിലും ഈ ഒരു ടയറിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണ്. ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം അല്ലേ? അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും കസ്റ്റമർ തന്നൊരു കണ്ടീഷനിലാണ്. നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ രീതിയിലൊന്നും ചെയ്തില്ല. ഒരു വന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വാട്ടർ സർവീസ് മാത്രം ചെയ്തു. അല്ല, പോളിഷിങ്, ഇന്റീരിയർ ക്ലീനിങ്, അത്യാവശ്യം പെയിന്റിംഗ് ഉണ്ടെങ്കിൽ പെയിന്റിംഗ് വർക്ക് അതെല്ലാം നമ്മൾ ചെയ്തായിരിക്കണം കൊടുക്കുന്നത്. അല്ല, കൊടുക്കുമ്പോഴല്ല ഇവിടെ ഇട്ടേക്കുന്നത് ഇപ്പം ജസ്റ്റ് ഒരു വാട്ടർ സർവീസ് മാത്രം. പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഫിനിഷ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഒരു പുതിയ വണ്ടി എങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു രീതി നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. എത്ര ചോദ്യം? ഇത് നമ്മൾ 560 ഇട്ടേക്കുന്നത്. 560? അതെ അതെ. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? ഇത് നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാൻ പറ്റുമോ? ഫിനാൻസ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാം. 5 വർഷം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത നമുക്കൊരു ഡിസയർ പെട്രോൾ 2021 മോഡലാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 57,000 കിലോമീറ്റർ മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് മാരുതിയുടെ 6 മന്ത് വാറണ്ടിയും 3 ഫ്രീ സർവീസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തില്ല. നിലവിൽ വണ്ടി വരുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വണ്ടിക്ക് മാരുതി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്കൊരു 75 രൂപ ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സെഡാൻ ടൈപ്പാണ്. 57,000 കിലോമീറ്റർ ഓടി. ടയറും കാര്യങ്ങളെല്ലാം സെക്കൻഡ് ടയറാണ്. അത്യാവശ്യം എടുക്കുന്ന ആൾക്ക് ബാക്ക് ടയർ മോശമാണല്ലോ. ബാക്കിലത്തെ ടയർ അത് ഒരെണ്ണം മോശമാണ്. മാറി കൊടുക്കുമോ? അത് ടയർ അങ്ങനെ ചേഞ്ച് ചെയ്യില്ലാണ്. ടയർ കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും. അല്ല, ടയർ നമ്മളായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കില്ല. പേയ്മെന്റിൽ വ്യത്യാസം വരാണ്. പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് പോളിഷിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇത് ബമ്പർ ഒരു പെയിന്റ് സ്ക്രാച്ച് ഉണ്ട്, അതെല്ലാം പെയിന്റ് ചെയ്ത് നീറ്റായിട്ട് കൊടുക്കുകയും ചെയ്യും. 5 വർഷം നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. എത്ര ചോദ്യം? ഇത് നമ്മൾ 555 2021 ഡിസയർ VXI ഫസ്റ്റ് ഓണർഷിപ്പ് 57,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്തേക്കുന്നത്. ഇത് 2022 മോഡൽ വാഗണാർ VXI AMG ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. ഫസ്റ്റ് ഓണർഷിപ്പ് ആണ്. 30 സംതിങ് കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നിലവിൽ ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കാണാൻ ഭംഗിയുള്ള സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റുന്ന 2022 വാഗണാർ ഓട്ടോമാറ്റിക്കാണ് വണ്ടി. VXI ഓട്ടോമാറ്റിക്. നമ്മൾ ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർ കണ്ണം പറഞ്ഞ കണക്ക് വളരെ ലോ ആണ്. അത്യാവശ്യം നല്ല ടയർ ഭാഗം കുറച്ച് നല്ല രീതിയിൽ ഓടാൻ ഉള്ള ടയറുകളുണ്ട്. പിന്നെ ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമുക്ക് മാക്സിമം ഒരു 75 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടി. ബോഡിയിൽ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് 2022 വാഗണാർ VXI ഓട്ടോമാറ്റിക് മോഡൽ. ഓക്കെ, ചോദ്യം എത്ര? ഇത് 555 നമുക്ക് വിലയൊക്കെ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാം. എത്ര നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? കാരണം ഒരു 75 രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് 5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഒരു ലോൺ പ്രോസസ്സിങ് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മാസം അടവ് എങ്ങനെയായിരിക്കും? അത് നമുക്ക് 70 തരുന്നെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരു ഏറ്റവും കുറഞ്ഞൊരു ബാങ്ക് ബേസ് ആകുമ്പോൾ 2400-450 റേഞ്ച് ആവറേജ് 1 ലക്ഷം രൂപയ്ക്ക് മാസം അടവ് വരും. അതായത് 59 മാസം. നമുക്ക് 60 മാസം വരില്ല, 1 മാസം കുറവായിരിക്കും. പിന്നെ കസ്റ്റമറെ ഈ പറയുന്ന ട്രാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത് ഫൈനൽ ചെയ്യുന്നത്. അടുത്തത് നമുക്കൊരു ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. 2024 കിഡ് RXT ആണ്. സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് കസ്റ്റമർ നല്ല കാണാൻ ഭംഗിയുള്ള നല്ല പൈസ വിലയ്ക്ക് നല്ല ടയറും അലോയ്സ് എല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സ് നിലവിൽ വണ്ടിക്കകത്ത് തന്നെ വരുന്നതാണ്. ആൻഡ്രോയിഡൊക്കെ അതെല്ലാം നമ്മൾ ഈ ഓപ്ഷനകത്ത് വരുന്നതാണ്. നല്ല ഭംഗിയുള്ള ഇന്ത്യയിലൊക്കെ നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കിടക്കുവാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കളറാണ്. ബോഡിക്കകത്ത് അങ്ങനെ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇത് അലോയ്സൊക്കെ കസ്റ്റമർ ടയറെല്ലാം അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടേക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് പോപ്പുലറിൻ്റെ വാറണ്ടി കൊടുക്കാൻ പറ്റും. പോപ്പുലറിൻ്റെ എൻജിൻ ഗിയർ ബോക്സ് നമ്മൾ കമ്പനി വാറണ്ടി കൊടുക്കുന്ന വണ്ടിയാണ്. കാരണം പറഞ്ഞാൽ നമുക്ക് ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്ക് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നമുക്കൊരു 50-75 ഇടയ്ക്ക് നമുക്ക് ആദ്യം ഡൗൺ പേയ്മെൻറ്റ് ഉള്ളൊരു കസ്റ്റമർക്ക് 5 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന 2024 കിഡ് ഓട്ടോമാറ്റിക് RXT എന്ന് പറഞ്ഞ മോഡലാണ്. ചോദ്യം നമ്മളിത് 480 ചോദിക്കുന്നത്. 2024 മോഡൽ 480 ചോദിക്കുന്നത്. ഇന്ന് വന്നൊരു വണ്ടിയാണ് 2022 എസ്പ്രസോ VXI പ്ലസ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് വെഹിക്കിളാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു വെഹിക്കിളാണ്. 2022 എസ്പ്രസോ ഏറ്റവും ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് 26,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടിയാണ്. ഇത് നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉള്ള വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ഫിനാൻസ് നേരത്തെ പറഞ്ഞ കണക്ക് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2022 ഫുൾ ഓപ്ഷൻ എസ്പ്രസോ VXI പ്ലസ് വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസിൻ്റെ അപ്ഡേഷൻ വന്നിട്ടില്ല. അതെന്തായാലും ഈ വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് കൊടുക്കാം. വണ്ടി ഇപ്പം വന്നതേ ഉള്ളൂ. വന്ന കണ്ടീഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വിളിക്കുന്നവർക്ക് ഞാൻ കറക്റ്റ് അപ്ഡേറ്റ് കൊടുക്കാം. ഓക്കെ ആണോ? നമുക്ക് അടുത്ത 2 സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആണ്. രണ്ടും 2022 മോഡലാണ്.
ഇതിനകത്ത് വേരിയൻറ്റിനകത്തുള്ള വ്യത്യാസമാണ്, ഒരു വണ്ടി ZXi, ഒരു വണ്ടി ZXi പ്ലസ് ആണ്. രണ്ടും സെയിം കളറാണ്. നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് നോക്കാം. ഇത് 2022 ZXi ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 30 സംതിങ് കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത് ജെനുവിൻ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. പിന്നെ 2 ZXi ആകുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പിന് തൊട്ട് താഴെയാണ്. അത്യാവശ്യം ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഓൾറെഡി വരുന്നുണ്ട്. നമുക്ക് സ്ക്രീൻ ഉൾപ്പെടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും വണ്ടിക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഫിനാൻസ് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് മാക്സിമം നമുക്കൊരു 1 ലക്ഷം ആ ഒരു രീതിയിൽ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന 2022 ZXi ഓട്ടോമാറ്റിക് ആണ്. 30 സംതിങ് കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 725 നമ്മൾ സെല്ലിങ്. ഇതിനകത്ത് നമുക്ക് ആക്സറീസ് പാക്കേജോ അണ്ണൻ പറയുന്ന നമുക്ക് ഡിസ്കൗണ്ടോ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയ വണ്ടിയാണ്. 2022 സ്വിഫ്റ്റ് ZXi മോഡൽ 725 പ്രൈസ് വരുന്നത്. ഇത് 2022 നമ്മൾ പറഞ്ഞ കണക്ക് ZXi പ്ലസ് ഓട്ടോമാറ്റിക്. ZXi പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ മോഡലിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് 30 സംതിങ് കിലോമീറ്ററാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. പിന്നെ ZXi പ്ലസിനകത്ത് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, നമുക്ക് വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ അലോയ്സൊക്കെ കാണാൻ നല്ല ZXi അപേക്ഷ നല്ല കാണാൻ ക്യൂട്ടായിട്ടുള്ള അലോയ്സും കാര്യങ്ങളുമാണ്. നമുക്ക് 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസ് ഉണ്ട്. പിന്നെ കസ്റ്റമർ ഈ സ്കേറ്റിങ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. അതൊക്കെ വണ്ടിയുടെ ലുക്ക്, സ്പോയിലർ, സ്കേറ്റിങ്സ് അതൊക്കെ വണ്ടിയുടെ ലുക്ക് തന്നെ ഫുള്ള് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 75 രൂപ 1 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർക്ക് സുഖമായിട്ട് നമുക്ക് ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2022 മോഡൽ ടോപ്പ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് വെഹിക്കിളാണ് നമ്മളിപ്പം ഡീറ്റെയിൽസ് പറഞ്ഞത്. എത്ര ചോദ്യം? ഇത് നമ്മൾ 750 സെല്ലിങ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് ഈ പറയുന്ന കണക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വണ്ടി നല്ല കാണാൻ നല്ല ക്യൂട്ട് ലുക്കാണ്. ഇതിൻ്റെയൊക്കെ കിലോമീറ്റർ ജെന്യുവൻ ആയിരിക്കും. കമ്പനി ഹിസ്റ്ററി നമ്മളിവിടെ പറയുന്ന ഏത് വണ്ടിക്കും കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ്, അത് നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അടുത്ത നമുക്കൊരു 2017 സിയാസ് പെട്രോൾ മോഡലാണ്. 35,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി യൂസ് ചെയ്തേക്കുന്നത്, കമ്പനി സർവീസ് വണ്ടിയാണ്. നമുക്കിത് 6 മാസം വാറണ്ടി അവൈലബിളായ വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് 5 വർഷം ഫിനാൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല രീതിയിൽ യൂസ് ചെയ്ത 2017 സിയാസ് പെട്രോളാണ്. അത്യാവശ്യം ഒരു സെഡാൻ ടൈപ്പൊക്കെ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് കുറഞ്ഞൊരു ബഡ്ജറ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഫിനാൻസ് പറഞ്ഞാൽ നമുക്ക് 5 വർഷം ലോൺ ചെയ്യാൻ പറ്റും. ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയറുണ്ട്. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. 2017 സിയാസ് സിംഗിൾ ഓണർഷിപ്പ് 35,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി സർവീസ് വണ്ടിയാണ്. ചോദ്യം എത്ര? ചോദ്യം നമ്മൾ 550 ചോദിക്കുന്നത്. 2017 മോഡൽ 550 സിയാസ് പെട്രോൾ 2017 മോഡൽ 5,50,000 നമ്മുടെ സെല്ലിംഗ് പ്രൈസ് വരുന്നത്. ഇതിന് മൈലേജ് എന്താണ്? മൈലേജൊക്കെ നമുക്ക് പറഞ്ഞാൽ ഒരു 20-നകത്തെ മൈലേജ് വരത്തുള്ളൂ. ലോങ് നമുക്ക് സിറ്റി ഡ്രൈവിനൊക്കെ കുറവായിരിക്കും, പക്ഷേ വണ്ടി നല്ല കംഫർട്ടായിരിക്കും. അടുത്ത നമുക്ക് ചെറിയൊരു ബഡ്ജറ്റ് സെഡാൻ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് വണ്ടിയാണ്. 2015 ഡിസയർ ZXi ആണ്, ടോപ്പ് വേരിയൻ്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പാണ്. ഇതിൻ്റെ കിലോമീറ്റർ വെറും 30,000 കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഇതുവരെ യൂസ് ചെയ്തേക്കുന്നത്. ZXi ആകുമ്പോൾ ടോപ്പ് വേരിയൻ്റ് ആണ്, നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്. അതുപോലെയാണ് നമുക്കൊരു 4 വർഷം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന 2015 ഡിസയർ ZXi 30,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത വണ്ടിയാണ്. കിലോമീറ്റർ ജെന്യുവൻ ആണ്, കമ്പനി സർവീസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ കമ്പനി സർവീസ് വണ്ടിയാണ്. വണ്ടി ഫസ്റ്റ് ടയർ തന്നെ, വണ്ടിക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ്, അതായത് ആദ്യം നമുക്കൊരു 75 രൂപ 80 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റുന്ന കസ്റ്റമർക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെഡാൻ ടൈപ്പ് മോഡലാണ്. 2015 ഡിസയർ ZXi മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് അപ്ഡേഷൻ വന്നിട്ടില്ല, ഇന്നലെ വൈകിട്ട് വന്ന വണ്ടിയാണ്. നമ്മൾ ഈ വീഡിയോ കണ്ട് വിളിക്കുന്നപ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെയാണ്. അടുത്ത് നമുക്ക് വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഓൾട്ടോ 800 ആണ്. ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു വണ്ടിയാണ്. 2018 ലാസ്റ്റാണ്, സിംഗിൾ ഓണർഷിപ്പാണ്, 25,000 കിലോമീറ്റർ മാത്രം യൂസ് ചെയ്ത കമ്പനി സർവീസ് വണ്ടിയാണ്. ഓൾട്ടോ 800 LXi ആണ്. ഇതിനകത്ത് നമുക്ക് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അതുപോലെ തന്നെ സീറ്റ് കവർ, നല്ല മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്ത് 2018 വെറും 25,000 കിലോമീറ്റർ ഓടിയ ഓൾട്ടോ 800 LXi ആണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിലും 4 ടയറും ഒരു 75-80% ഉണ്ട്. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പെട്ടെന്ന് ടയർ മാറുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. 2018 ഓൾട്ടോ 800 LXi സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. നമ്മൾ 6 മാസം വാറണ്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണ്. നമ്മൾ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് 2018 ഓൾട്ടോ 800.
ചോദ്യം ഇത് 295 നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്നത്. ഓൾട്ടോ 800 ആണ്. ഇത് 2022 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. VXI എന്ന് പറയുന്ന മോഡലാണ്. 30,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതും വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 2022 ഓൾട്ടോ 800 VXI സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് സീറ്റ് കവറും കാര്യങ്ങളും മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 2 എയർ ബാഗ്, ABS അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആദ്യം നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന 2022 ഓൾട്ടോ 800 മോഡലാണ് വരുന്നത്. ചോദ്യത്ര ഇത് നമ്മൾ 380 പ്രൈസ് വരുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഒന്നുമില്ല, കമ്പനി സർവീസ് വണ്ടിയാണ്. പിന്നെ ബമ്പറിലൊക്കെ 1-2 ചെറിയ പെയിന്റിങ് കാര്യങ്ങൾ സർവീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ചോദിക്കാത്ത എല്ലാം കമ്പനി സർവീസ് പറയുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിന് ഡീറ്റെയിൽസ് കൊടുക്കാം. നമ്മൾ മേജർ ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറയും വീഡിയോക്കകത്ത്, പറഞ്ഞായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അടുത്ത 2017 i10 ആണ്. i10 ഗ്രാൻഡ് മോഡലാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയൻ്റാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 50 സംതിങ് കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വരുന്ന 2017 മോഡലാണ്. നമ്മൾ ഇന്ത്യൻ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്തൊരു വണ്ടിയാണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്കിലത്തെ ടയർ ഫസ്റ്റ് ടയർ തന്നെയാണ് ഓൾറെഡി കിടക്കുന്നത്. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മളായിട്ട് തന്നെ ചെയ്ത് 6 മാസം വാറണ്ടി, 6 മന്ത് വാറണ്ടിയോടെ കൊടുക്കാൻ പറ്റുന്ന 2017 മോഡൽ സ്പോർട്സ് വേരിയൻ്റാണ് വരുന്നത്. ഇത് റെഡും അല്ല ഓറഞ്ചും അല്ല ഓറഞ്ചും അല്ല, റെഡും അല്ല ഓറഞ്ചും അല്ല, എന്നാൽ കാണാൻ ക്യൂട്ട് കളറാണ്. 2017 മോഡൽ. നമുക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ ഒരു 50 75 രൂപ കയ്യിലുള്ളൊരു കസ്റ്റമർക്ക് സുഖമായിട്ട് ലോൺ ചെയ്ത്. ഫ്രണ്ട് 2 ന്യൂ ടയറാണ് കിടക്കുന്നത്. 2017 മോഡൽ i10 ഗ്രാൻഡ് സ്പോർട്സ് മോഡലാണ്. പ്രൈസ് വരുന്നത് പെട്രോളാണ്. 3,60,000 രൂപയാണ് നമ്മൾ പ്രൈസ് വരുന്നത്. മൈലേജ് ഒരു 14-15 ആണ്. അത് നമ്മൾ സിറ്റി ഡ്രൈവിൽ, ലോങ് ഡ്രൈവിൽ അത്യാവശ്യം മൈലേജ് കിട്ടും. വണ്ടി നല്ല യാത്ര കംഫർട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടിയുള്ള വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ള വണ്ടികളൊക്കെ ഞാൻ കാണിച്ചു തന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അത്യാവശ്യം മാന്യമായ വിലയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. പിന്നെ വണ്ടികളെല്ലാം കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, വൃത്തിയുണ്ട്. വേറെ പാച്ച് വർക്കോ സ്ക്രാച്ചുകളോ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് അകവും പുറമൊക്കെ വൃത്തിയുണ്ട്. നിങ്ങൾ പിന്നെ വരുമ്പം നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവരിക, നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. നല്ല വണ്ടികൾ കിട്ടട്ടെ. ഓണം പ്രമാണിച്ച് എല്ലാവർക്കും നല്ല വണ്ടികൾ കിട്ടട്ടെ. വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. വേറൊന്നുമില്ല. അപ്പം വീണ്ടും ഒരു ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.